ഉത്തർപ്രദേശിലെ നോയിഡയിൽ മിനിമം കൂലിക്ക് വേണ്ടി തൊഴിലാളികൾ നടത്തുന്ന സമരം അടിച്ചമർത്താനാണ് UP സർക്കാർ ശ്രമിച്ചത്. പക്ഷേ എല്ലാ അടിച്ചമർത്തലുകളെയും അതിജീവിച്ചുകൊണ്ട് സമരം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് തൊഴിലാളികൾ. CITU ഉൾപ്പെടെയുള്ള തൊഴിലാളി സംഘടനകൾ സമരം ചെയ്യുന്ന തൊഴിലാളികൾക്ക് പിന്തുണയുമായി രംഗത്തുണ്ട്. ഇന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി, ജോൺ ബ്രിട്ടാസ് MP, V ശിവദാസൻ MP, A റഹീം MP എന്നിവർ നോയിഡയിലെത്തി തൊഴിലാളികളെ കണ്ട് പിന്തുണ അറിയിക്കുന്നതിന് വേണ്ടി. പക്ഷേ പോലീസ് തടഞ്ഞു. തടയുക മാത്രമല്ല, MA ബേബിയോടൊപ്പം ഉണ്ടായിരുന്ന CPIM സംഘത്തോടൊപ്പം ഉണ്ടായിരുന്ന സംസ്ഥാനത്തെ CITU നേതാക്കളെ, സംസ്ഥാന സെക്രട്ടറിയെയും പ്രസിഡന്റിനെയും അന്യായമായി കസ്റ്റഡി എടുത്തു കൊണ്ടുപോയി പോലീസ്. അറിഞ്ഞിരുന്നില്ല ആദ്യം MA ബേബിക്ക് ഇക്കാര്യം. പിന്നീടാണ് മനസ്സിലായത് കൂടെ ഉണ്ടായിരുന്ന CITU നേതാക്കൾ അവരെ കാണാനില്ല, അവരെക്കുറിച്ചുള്ള വിവരമില്ല, ഫോൺ സ്വിച്ച് ഓഫ് ആയി കിടക്കുന്നു എന്ന്. പിന്നീട് മനസ്സിലായി പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു എന്ന്. അവരെ വിട്ടയക്കാതെ, തങ്ങളോടൊപ്പം തൊഴിലാളികളെ കാണാനെത്തിയ CITU നേതാക്കളെ വിട്ടയക്കാതെ ഇവിടെ നിന്ന് പോകുന്ന പ്രശ്നമില്ല, സമരം, കുത്തിയിരിപ്പ് സമരം നടു റോഡിൽ ആരംഭിക്കും എന്ന് പ്രഖ്യാപിക്കുക മാത്രമല്ല സമരം നടത്തുകയും ചെയ്തു 3 MPമാരും CPIMന്റെ അഖിലേന്ത്യാ സെക്രട്ടറി MA ബേബിയും. അവസാനം UPയിലെ, ഉത്തർപ്രദേശിലെ പോലീസിന് മുട്ടുമടക്കേണ്ടി വന്നു CPIM നേതാക്കളുടെ മുന്നിൽ. അന്യായമായി കസ്റ്റഡി എടുത്ത CITU നേതാക്കളെ വിട്ടയക്കാൻ തീരുമാനിക്കുകയും അവരെയും കൂട്ടിയാണ് ജില്ലാ മജിസ്ട്രേറ്റിന്റെ ഓഫീസിൽ നിന്ന് പുറത്തേക്ക് വന്നത് CPIM നേതാക്കൾ എന്നോർക്കണം. അതിനുശേഷം കൈരളി TVയോട് സംസാരിച്ചു MA ബേബി. ആ വാക്കുകൾ നമുക്ക് കേൾക്കാം. അപ്പം ഇങ്ങനെ അന്യായമായി അറസ്റ്റ് ചെയ്തവരെ മുഴുവൻ വിടുകയും ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് ADM വഴി ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ഉറപ്പ് നൽകുകയും ചെയ്താൽ മാത്രമേ ഞങ്ങൾ ഇവിടുന്ന് സമരം അവസാനിപ്പിക്കൂ. ഞങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചിരിക്കുകയാണ്. ADM നേരിട്ട് വന്നു. ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് കേരള കേഡർ IAS ഓഫീസറാണെന്നാണ് പറയുന്നത്, ശ്രീമതി മേധ. അവരുമായിട്ട് ഞങ്ങൾ ഫോണിൽ സംസാരിച്ചു. അവർ നേരിട്ട് വരാൻ കഴിയാത്തതിൽ അവരുടെ വിഷമം അറിയിച്ചു. രാജ്യസഭയിലെ CPIMന്റെ നേതാവ് ജോൺ ബ്രിട്ടാസും ഇവിടെ വന്നിരുന്നു. ഈ ചർച്ചകളിൽ അവസാന ഘട്ടത്തിൽ ഏർപ്പെടുകയുണ്ടായി. അപ്പോൾ ഇപ്പോൾ നടക്കുന്ന സമരം ഒരു പരിധിവരെ വിജയിച്ചിരിക്കുന്നു. പക്ഷേ തൊഴിലാളികളുടെ കൂലി കൂട്ടുക എന്നുള്ള പ്രധാനപ്പെട്ട വിഷയം അത് ബാക്കി നിൽക്കുകയാണ്. ആ വിഷയം ഉന്നയിച്ചുകൊണ്ട് സമരം ചെയ്തവരെ മുഴുവൻ ജയിലടച്ചത് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളാണ് നമ്മൾ കൈകാര്യം ചെയ്തത്. അറസ്റ്റ് ചെയ്ത CITUവിന്റെ നേതാക്കന്മാരെ വിട്ടയച്ചു. അറസ്റ്റ് ചെയ്തോ ഇല്ലയോ എന്ന് വ്യക്തമല്ലാതെ ഇരുന്ന ആളുകളെ രാംസത്വം ആ സഖാവിനെ വിട്ടു. ഇന്നിപ്പോൾ വഴിയിൽ നിന്ന് പിടിച്ച ആളുകളെ വിട്ടു. ജയിലിൽ കിടക്കുന്നവരെ ഘട്ടം ഘട്ടമായിട്ട് മോചിപ്പിക്കാമെന്ന് പറഞ്ഞു. തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ DM എന്നുള്ള തരത്തിൽ എപ്പോൾ വേണമെങ്കിലും തൊഴിലാളികൾക്ക് നിവേദനമായിട്ട് വന്ന് കാണാം. അപ്പം അതിന് താമസിയാതെ അവസരം ഉണ്ടാകും. അപ്പോൾ ഭാഗികമായ വിജയത്തോടുകൂടി ഇന്നത്തെ സമരം ഇവിടെ അവസാനിക്കുകയാണ്. എന്നാൽ തൊഴിലാളികളുടെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ, കൂലിക്കൂടുതൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിലനിൽക്കുകയാണ്. അതുന്നയിച്ചുകൊണ്ടുള്ള സമരം ഇനിയും തുടരേണ്ടി വരും. ഇവിടെ ഒരു കാര്യമുണ്ട്. ഇന്ത്യയിൽ നടക്കുന്ന വലിയൊരു തൊഴിലാളി സമരം മാധ്യമങ്ങൾ പക്ഷേ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല. കോൺഗ്രസ് നേതാക്കൾ ആ ഭാഗത്തേക്കേ പോകുന്നില്ല. CPIM നേതാക്കൾ മാത്രമാണ് സമരക്കാർക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ട് അവിടെ എത്തിയത് എന്നോർക്കണം. രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, കോൺഗ്രസിന്റെ MPമാർ എന്തുകൊണ്ടാണ് നോയിഡയിലേക്ക് പോകാത്തത് എന്ന ചോദ്യം ഉയർന്നുണ്ട്. മറുപടി അവർ പറയില്ല. കാരണം സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പോവുക എന്ന രീതി കോൺഗ്രസിനില്ല. പ്രത്യേകിച്ച് UPയിൽ BJPക്കെതിരെ നടക്കുന്ന, കോർപ്പറേറ്റ് താല്പര്യങ്ങൾക്കെതിരെ നടക്കുന്ന സമരം കൂടിയാണിത്. അത്തരമൊരു രാഷ്ട്രീയവും കൂടി ഈ സമരത്തിനുണ്ട്. എന്നാൽ ആ സമരത്തെ പിന്തുണയ്ക്കേണ്ട ഇന്ത്യയിലെ പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസ് പക്ഷേ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല എന്നോർക്കണം. അവിടത്തേക്കാണ് CITUവും CPIM നേതാക്കളും എത്തുന്നത്. കർഷക സമരം നടക്കുമ്പോഴും നാം ഇത് കണ്ടതാണ്. സമാനമായ സ്ഥിതി. കോൺഗ്രസ് നേതാക്കൾ, MPമാർ, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ ഒന്നും സമര കേന്ദ്രത്തിലേക്ക് എത്തിയില്ല. കർഷക സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെയും ഉണ്ടായിരുന്നു CPIMന്റെ MPമാർ എന്നോർക്കണം. എന്ന് വെച്ചാൽ ഇന്ത്യയിൽ എവിടെ ബഹുജന സമരം നടക്കുന്നുണ്ടോ അവിടെയൊക്കെയുണ്ട് കനൽ ഒരു തരിമതി എന്ന് പറയുന്നത് പോലെ CPIM നേതാക്കൾ, MPമാർ 2 or 3 മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അവർ പക്ഷേ സമരത്തിന് മുന്നിലുണ്ട്, സമരക്കാർക്ക് ഒപ്പമുണ്ട്. മോദിയുടെ സർക്കാരിനെതിരെ, മോദിയുടെ രാഷ്ട്രീയ നിലപാടുകൾക്കെതിരെ, നയങ്ങൾക്കെതിരെ ഇന്ത്യയിൽ ഉയർന്നു വരുന്ന എല്ലാ പ്രക്ഷോഭത്തിന് മുന്നിലും
നമുക്ക് കാണാം CPIM നേതാക്കളെ. എന്താണ് CPIMൻ്റെ പ്രസക്തി ഇന്ത്യയിൽ എന്ന് ചോദിക്കുന്നവർക്കുള്ള മറുപടി കൂടിയാണ് ഇന്ന് നോയിഡയിൽ നാം കണ്ടത്. അന്യായമായി കസ്റ്റഡിയെടുത്ത CITU നേതാക്കളെ വിട്ടയക്കാതെ നോയിഡ വിട്ടുപോകില്ല എന്ന് പ്രഖ്യാപിച്ച MP-മാരും CPIM അഖിലേന്ത്യാ സെക്രട്ടറിയും ആ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ UP പോലീസിന് മുട്ടുമടക്കേണ്ടി വന്നു എന്നത് ചെറിയ കാര്യമല്ല. കനൽ ഒരു തരിമതി എന്ന് വീണ്ടും വിളിച്ചു പറയുന്നു. അത് ഇന്നല്ലെങ്കിൽ നാളെ ആളിക്കത്തുക തന്നെ ചെയ്യും.